ഈ ഗപ്പീസിനൊക്കെ എന്തിനാ വളർത്തുന്നേ? ഇതൊക്കെ എവിടെ കൊണ്ടിടാനാണ്? ഇതായിരിക്കും എന്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവൊന്നും പറഞ്ഞു തരാൻ പറ്റൂല. അതിന് നിങ്ങൾ ഒരു പേരെ ഗപ്പീസിനെങ്കിലും വളർത്തി നോക്കണം. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് ഈ മീനുകളും കാരണമാകും. നിങ്ങൾ ഒരുപാട് എക്സൈറ്റഡ് ആവും ഈ ഫിഷിനെ വളർത്തി തുടങ്ങുമ്പോൾ. ഇവന്മാർക്ക് വേറൊരു വട്ടപ്പേരുണ്ട്, മില്യൺ ഫിഷസ് എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഇവന്മാർക്ക് 1 മാസം മതി കുറെ കുട്ടികളെ തരാൻ വേണ്ടി. ഇനി ഇവന്മാർ ഉപയോഗിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ റൂമിലുള്ള ചെറിയൊരു ടാങ്ക് ആയാലും നമുക്ക് വലിയൊരു കാട് തന്നെ അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചേക്കുന്ന കണക്ക് നമുക്ക് ഈ ഗപ്പീസിനെ വളർത്താം. ഇവന്മാരുടെ കൂടെ നമുക്ക് ഏത് ഫിഷിനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. നമുക്ക് സീബ്രാസിനെ ആഡ് ചെയ്യാം, ടെട്രാസിനെ ആഡ് ചെയ്യാം, ഷ്രിംസിനെ ആഡ് ചെയ്യാം, ഈവൻ ക്രേഫിഷിനെ പോലും ഞാൻ നമ്മുടെ ഫാമിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ മുറ്റത്ത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്കൊരു ആമ്പക്കുള്ള സെറ്റ് ചെയ്യണമെങ്കിലും അതിനകത്ത് നമുക്ക് ധൈര്യപൂർവ്വം ഇറക്കി വിടാൻ പറ്റുന്നത് ഈ ഗപ്പീസ് മാത്രമേ ഉള്ളൂ. കാരണം അവർ ഒരുപാട് അധികം പെറ്റ് വരികയും ചെയ്യും. അവരെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഞാൻ 100% ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ഈ കുഞ്ഞൻ മീനുകളെ കൊണ്ട് സാധിക്കും കേട്ടോ. ആരുടെയെങ്കിലും ലൈഫിൽ ഈ കുഞ്ഞന്മാര് കുറച്ച് എക്സൈറ്റ്മെന്റും കുറച്ച് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെറിയ കമന്റ് ഇട്ടാലും